വീട്ടിലെ കല്യാണത്തിന് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ മകന്റെ കല്യാണത്തിന് ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അത് അങ്ങനെ ആയിപ്പോയി. അതിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നല്ല. അപ്പൊ ആഘോഷങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ യഥാർത്ഥ സുധാകരനെ പോലുള്ള അസ്വസ്ഥരായ മനുഷ്യർ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ അകറ്റാനാണ്. എല്ലാ ആഘോഷമാണ്. ഇപ്പൊ മരണ വീടിപ്പോ കല്യാണം വീടും വലിയ വ്യത്യാസമൊന്നുമില്ല. മരണ വീടും ആളുകളൊക്കെ ബോർഡ് ലൈനിൽ നോക്കി ഒരുപോലെയല്ലോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഞാൻ മറ്റു ദിവസം പോകാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മള് ആളുകളൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങനെ വേണം കൊടുക്കുന്നു. മരിച്ച വീടും കല്യാണത്തിന് വീടും ഏതാണ്ട് ഒരുപോലെ ആകുന്ന അവസ്ഥ പോലും എല്ലാ വീടുകളും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പൊതുവെ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് അനാവശ്യമായ ആഘോഷ താല്പര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്, അതിൽ പണത്തരവുമുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് സുധാകരനെ പോലുള്ള ആളുകൾ അസ്വാസ്ഥ്യജനകമായ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. ഒരു ബുദ്ധിജീവിയുടെ, വിയോജിപ്പുകാരനായ ബുദ്ധിജീവിയെ, ഡിസെൻഡിങ് ഇന്റലക്ച്വൽ അല്ലെ, ഡിസെൻഡിങ് ഇന്റലക്ച്വൽ ഡിസെൻഡ് ചെയ്യാം. ഡിസെൻഡിങ് ഇന്റലക്ച്വൽ എന്നുള്ള കാര്യമുണ്ട്. എല്ലാ മഹാന്മാരായ ആൾക്കാർ ഡിസെൻഡിങ് ഇന്റലക്ച്വൽ. മഹാത്മാഗാന്ധി ഡിസെൻഡിങ് ഇന്റലക്ച്വൽ, മാർക്സ് ഡിസെൻഡിങ് ഇന്റലക്ച്വൽ ആണ്. ചേരുന്ന വിജയിക്കുന്ന ആളല്ല, എല്ലാവരോടും പൊരുത്തപ്പെട്ട് വിജയിക്കുന്ന ബുദ്ധിജീവികളുണ്ടാവും. അവർ വ്യവസ്ഥാനുകൂലമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ആ ബുദ്ധിജീവികളാണ്. അവരങ്ങനെ ജയിച്ചോടെ. പക്ഷെ യഥാർത്ഥ ബുദ്ധിജീവികൾ, ലോകത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്ന ബുദ്ധിജീവികൾ ഡിസെൻഡിങ് ആയിട്ടുള്ള, വിയോജിപ്പുകാരായിട്ടുള്ള ബുദ്ധിജീവികളാണ്. ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഡിഗ്രിയും PhD ഒന്നും ഉണ്ടാവണമെന്നില്ല, ഉണ്ടായ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവണമെന്നില്ല. സമൂഹത്തെ കൃത്യമായി പഠിക്കാനുള്ള മാനസികമായിട്ടുള്ള വൈജ്ഞാനികമായ സജ്ജീകരണം ഉള്ള ആളുകളാണ് ഡിസെൻഡിങ് ഇന്റലക്ച്വൽസ്. അപ്പൊ സുധാകരൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, നമുക്ക് അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു വാക്കിൽ കുരുക്കിയിടണമെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ചാൽ മതി. വിയോജിപ്പുകാരനായ ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമുണ്ടല്ലോ, നമുക്കെല്ലാം അറിയുന്ന ഒരു ബാങ്കാണ്. ബാങ്ക് എന്നൊരു പണമാണ്. പണത്തിന്റെ നാണയവേദിയാണ് ബാങ്ക്, അങ്ങനെ പറയാം അല്ലെ. പണത്തിന്റെ നാണയവേദിയാണ് ബാങ്ക്. അപ്പൊ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ സ്വാഭാവികം അതുപോലെ പണം എന്തിനാണ് ചെലവഴിക്കുന്നില്ല, എന്തിനാണ് വായ്പ എടുക്കുന്നില്ല കാര്യം, എന്തുകൊണ്ട് വായ്പ കൃത്യമായി തിരിച്ചടക്കാനാവുന്നില്ല കാര്യം. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പണവുമായി ബന്ധപ്പെട്ടുണ്ട്. ലോകത്തെ ഏറ്റവും നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നത് പണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന ഒരാൾ യുടെ വൈജ്ഞാനിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം ഉണ്ടായിരുന്നത്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് വിദഗ്ധമായി ശശിമോഹൻ പറയുന്നതിലൂടെ ശശിമോഹൻ അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഞാനുകൂടാണ്. ഞാൻ വേറെ നിൽക്കാണ് ഇതിനെ കാണാൻ ശ്രമിക്കും. പെട്ടെന്ന് പുസ്തകം നല്ല അതും പ്രധാനപ്പെട്ടു, പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ആ വിഷയം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റില്ലെങ്കിലും ആ പുസ്തകം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിഷയത്തോട് വൈകാരികമായിട്ട് അടുപ്പുണ്ട്. വെറും വൈജ്ഞാനികമായിട്ട് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അടുപ്പാണ്. അതാണ് നമ്മൾ വിഷയം വളരെ വരേണ്ട വിഷയം ആണെന്ന് തോന്നുന്നു. പക്ഷെ എഴുതുന്ന ആ വിഷയത്തോട് സത്യസന്ധത ഉണ്ടെങ്കിൽ, വൈകാരികമായിട്ട് അടുപ്പുണ്ടെങ്കിൽ അതിന് റീഡബിലിറ്റി വർദ്ധിക്കും. ആ റീഡബിലിറ്റിയുടെ പുസ്തകമാണ്. എനിക്കത് അനുഭവം അത്രേ പറയാൻ പറ്റും. കൂടുതൽ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് പറയാനില്ല, അറിവില്ല. പക്ഷെ അതുണ്ട്, ഈ വിഷയം പ്രധാനമാണ്. കൂടുതൽ ജനങ്ങൾ പുതിയ മാധ്യമ ലോകത്തിന്റെ സ്വാധീനം നിമിത്തം, ഞാൻ നേരത്തെ പറഞ്ഞ ആഗോള കൂടുതലിന്റെ സ്വാധീനം നിമിത്തം മറക്കുന്ന വിഷയങ്ങൾ, ശ്രദ്ധിക്കാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി, നമ്മുടെ വ്യക്തിപരമായ ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്ന സൂചനയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ ആധാരശ്രുതി. അതാണ് ഈ പുസ്തകം ആധാരശ്രുതി, അതിന്റെ അടിസ്ഥാന തത്വം അതാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് അവകാശമില്ല. സുധാകർ പൈ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അവകാശമില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിഷയങ്ങൾ രക്ഷപ്പെടുന്നതാണ്. അത് വളരെ മർമ്മസ്പർശിയായിട്ടുള്ള വിഷയങ്ങളാണ്. ഇന്ത്യയുടെ ഭാവി, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഭാവി, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഭാവി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു എസ്കേപ്പിസം മാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് പിന്നെ നമ്മൾ ചേർന്ന് നിൽക്കേണ്ട, അതാണ് പുസ്തകത്തിന്റെ യഥാർത്ഥ പ്രകാശനം. ഈ ചടങ്ങിൽ ഇപ്പൊ ഒരു പുസ്തകത്തിന് എല്ലാവർക്കും പിന്നെ ജ്യോതി കൈമാറിയത് ഒരു ചടങ്ങ് മാത്രമാണ്. ചടങ്ങിനപ്പുറത്ത് യഥാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ സത്തയിലേക്ക്, അവതരിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക്, രണ്ടും വിഷമങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിനോട് പിന്നെ വൈജ്ഞാനികമായും വൈകാരികമായും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആ പുസ്തകത്തിന് യഥാർത്ഥമായിട്ടുള്ള പ്രകാശനം. വ്യക്തിപരമായിട്ട് വായന ആളുകളായി നമ്മൾ നടത്തേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയട്ടെ, അസ്വസ്ഥരായ ബുദ്ധിജീവികളാണ് പിന്നെ വാസ്തവത്തിൽ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഒരു തന്നിപ്പോൾ അസുഖത്തിന്റെ കാര്യമുണ്ട്, നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഈ വീട്ടിലിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പൊതുവെ സുധാകരൻ, ഞങ്ങൾ 79 കാര്യം മുതൽ അദ്ദേഹത്തിന്റെ ഞാൻ മാറിയെന്ന് അദ്ദേഹത്തെ കാണുന്നല്ലോ. അന്നും അദ്ദേഹം ഒരു ഉല്ലാസക്കാരനൊന്നുമല്ല, ഒരു അന്തർമുഖനായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ആ അന്തർമുഖതക്ക് അപ്പുറത്ത് ഒരു ബഹിർമുഖതയുണ്ട്. ലോകത്തിന്റെ ഇടപാടുകൾ നിരീക്ഷിക്കാനുള്ള, ബാങ്കിലെ ഇടപാടുകൾ മാത്രമല്ല, ലോകത്തിന്റെ ഇടപാടുകൾ നിരീക്ഷിക്കാനുള്ള സവിശേഷമായ ശേഷി അദ്ദേഹത്തിന് അക്കാലത്തേ ഉണ്ട്. അവിടെ ബാങ്ക് ജീവിതം അദ്ദേഹത്തിന് മുഷിപ്പനായ ജീവിതമായിരിക്കില്ല. ബാങ്ക് എന്ന് പറയുന്നത് ജനങ്ങൾ പ്രത്യേകിച്ച് പഴയ കാലത്ത്, ഇപ്പോൾ ബാങ്കിൽ അത്ര ആൾ പോകുന്നുണ്ടാവില്ല, ഓൺലൈൻ ഏർപ്പാടൊക്കെ ഉള്ളൂ. പണ്ട് ധാരാളം ആൾക്കാർ, പ്രത്യേകം ഗ്രാമീണ ബാങ്ക് ആകുമ്പോൾ ഗ്രാമീണ ബാങ്കിന്റെ ബ്രാഞ്ച് തീരുമാനിച്ചതിന് ദാമോട്ടൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യമുണ്ട്.
പിന്നെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് അദ്ദേഹം എവിടെയൊക്കെയാണ് ബ്രാഞ്ചുകൾ സ്ഥാപിക്കേണ്ടതെന്ന വിഷയം ലിസ്റ്റ് ഒന്നും സിൻഡിക്കേറ്റ് ബാങ്ക് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്, അപ്പോൾ മണത്തണ, അപ്പോൾ നമുക്ക് അത്ര പരിചയമില്ലാതെ അദ്ദേഹം നാട്ടിൽ നമ്മുടെ നാട്ടുകാരനാണല്ലോ. അപ്പോൾ കണ്ണൂർ ചുറ്റുവട്ട പ്രദേശം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ചില പിന്നെ സ്ഥലങ്ങളുടെ പേരുകൾ ബസ് എൻ പോയിന്റ് ഉണ്ടാവില്ലേ, ബസ് ലാസ്റ്റ് അങ്ങനെയുള്ള പേരുകൾ കുറിച്ചിടും. പകുതി തമാശയായിരിക്കും, പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ബസ് അവസാനിക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലമായിരിക്കില്ലേ, പക്ഷേ അങ്ങനെ പൊതുജന ശ്രദ്ധയിൽ വരാൻ സ്ഥലമായിരിക്കും. അങ്ങനെയാണ് ബാങ്കിന്റെ പിന്നെ ഒരു ക്ലർക്ക് എത്ര ലക്ഷം റുപ്യയായിട്ടാണ് പുള്ളി ഇത് കണക്കുണ്ട്. അങ്ങനെയാണ് ബാങ്ക് തുടങ്ങിയത്. ഇത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇത് അത് ആത്മഹത്യയിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ വളരെ അടുപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവസാനത്തിൽ 10-15 കൊല്ലം ഞങ്ങൾ വളരെ എളുപ്പത്തിലായിരുന്നു. കേളുവാരിയുടെ മകനാണെന്ന് നിനക്ക് അദ്ദേഹത്തിന് കേളുവാരിയുടെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ നാടകമൊക്കെ ചെയ്തു. ദാമോട്ടന്റെ ആത്മഹത്യ ഞാൻ അവതാരം ചെയ്തു. അപ്പോൾ ആ കാലത്തിൽ ഞങ്ങൾ വളരെയധികം ബാംഗ്ലൂരിൽ പിന്നെ പോകേണ്ട ആവശ്യം കിടക്കാൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകുന്നു, അവിടെ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ മണത്തറ ഞാൻ പെട്ടത്, മണത്തറ കൃത്യമായ ഡാറ്റ ആവുന്നില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് സ്ഥാപിക്കാൻ തീരുമാനമാണ്. അത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ ബാങ്കിന് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിന്റെ പൂർണ്ണമായും അതേപടി നമ്മൾ എടുക്കണമെന്നില്ല, നാടകീയമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, എങ്കിലും അതാണ്. അപ്പോൾ ആ ഗ്രാമജീവിതത്തെ മാറ്റാനുള്ള, അപ്പൊ ഇന്ത്യ ലീവ്സ് ഇൻ വില്ലേജസ് എന്ന് പറയുന്ന ഗാന്ധിയുടെ പുസ്തകമായിട്ടുള്ള പാർട്ടി, ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണ്, നഗരങ്ങളിൽ. നഗരത്തിൽ നാടകീയ സ്വഭാവമാണ്. ഇന്ത്യ ജീവിക്കുന്ന നാട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഗാന്ധിയൻ ചിന്തയുടെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ്, അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവിഷ്കാരം എന്നുള്ള നിലക്കായിരിക്കണം ഒരു ഗ്രാമീൺ ബാങ്ക് സങ്കല്പം ഉണ്ടായത്. അപ്പോൾ ഇത് പിന്നെ പിന്നെ അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സ്ഥാപനം. ഇല്ല, ഇന്ത്യയിൽ മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അത് ഇദ്ദേഹം ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ഞാൻ പറഞ്ഞു, ജനങ്ങൾ ധാരാളം വരുന്ന സ്ഥലമാണ്. ജനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ബാങ്ക് ജീവനക്കാരെ മനുഷ്യരെ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ല, അയാളെ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മൾ രണ്ടുപേര് ചെല്ലുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ കയ്യും കാലും വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയും. മനുഷ്യന്റെ അങ്ങനത്തെ നിർവചനം സാധ്യമാണ്. പ്രശ്നങ്ങൾക്ക് തലയും കയ്യും കാലും വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലാണ്ട് ഒരു ഉടലല്ല, അത് ഉടലല്ല. അപ്പോൾ ആ നിലക്ക് അവരെ വ്യക്തിപരമായിട്ട് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രായോഗിക ജീവിതം ഇദ്ദേഹത്തിന് ബാങ്ക് ഉദ്യോഗസ്ഥ നിലനിൽക്കും, അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥ നിലനിൽക്കും കിട്ടിയിട്ടുണ്ടാവണം. അതൊക്കെ വൈകാരികമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട്, വൈകാരികമായിട്ട് ക്രമപ്പെടുത്തിയിട്ട് ഉണ്ടായ ചിന്ത കൂടിയുണ്ട്. വെറും പുസ്തക വായന കൊണ്ടോ ആലോചന കൊണ്ടോ മാത്രമല്ല, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് അവിടെ ചെല്ലുന്ന വ്യത്യസ്ത ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സവിശേഷമായ ഉൾക്കാഴ്ച കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ. അവിടെ ഇതിന് റീഡബിലിറ്റി കൂടുന്നു. ഞാൻ സാഹിത്യത്തെ പ്രശ്നം പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അറിവില്ല. ഇതിൻ്റെ വായന ഒരു വളരെ വ്യത്യസ്തമായ അനുഭവമായിട്ട് എനിക്ക് മാറി. എനിക്ക് എളുപ്പത്തിൽ വായിച്ചു പോയി. കഴിഞ്ഞ ദിവസം കിട്ടിയത് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഏതാണ്ട് വായിച്ചു പോയി. ഇപ്പോൾ ഇങ്ങോട്ട് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്തും ബാക്കി വായിച്ചു. അപ്പോൾ അതിന് അങ്ങനെ ഒരു വശമുണ്ട്. അതിൻ്റെ ലാംഗ്വേജ്, അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പൈന കോളേജ് ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളാണ്, പഴയ കുട്ടികൾ. അപ്പോൾ പിന്നെ അതുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അതിനേക്കാളും സ്വാധീനിച്ചത് ഈ ജനങ്ങളുടെ ജീവിതം. പലരും ജനങ്ങളെ കാണാറില്ല. നമ്മളെങ്ങനെയോ ഒരാൾ വന്ന അയാൾ എങ്ങനെ പറഞ്ഞേക്കാതെ നമ്മുടെ തിരക്ക്. അയാളൊരു മനുഷ്യ, അയാൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പല ഗവൺമെൻറ് ഓഫീസുകളും ഒരുപക്ഷെ ബാങ്കുകളും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഗ്രാമീണ ബാങ്ക് അതിന് അങ്ങനെ ഒരു സ്ഥാപനം ആവരുത്, ആയിട്ടുണ്ടാവില്ല. വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റിലുള്ള ധനകാര്യ സ്ഥാപനമാണ്. അപ്പോൾ സുധാരപ്പയ്യെ പോലെ ഒരാൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ഒരു കസേരയെക്കുറിച്ച് എൻ്റെ പുസ്തകം വരുന്നുണ്ട്. ഞാൻ മുന്നാട് സ്കൂളിൻ്റെ ചുമതലക്കാരനായിരുന്ന കാലത്ത്, മുന്നാട് കാസർഗോഡ് കുറച്ച് കിഴക്കുള്ള സ്ഥലം, പന്ത്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ ആ സ്കൂളിന് സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ട് അത് പഞ്ചായത്തിൻ്റെ സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് കിട്ടി. അത് വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുത്ത് റെസീറ്റ് മേടിക്കണം. അവിടെ പോവുകയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ ഉണ്ട്. അപ്പോൾ ഞാനും പിന്നെ എൻ്റെ പിന്നെ കൂടെയുള്ള ഫിലിപ്പ് മോഷ പോകുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മുമ്പിൽ 2 മരക്കസേരയുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഇരിക്കും സാർ. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നില്ല, ഞങ്ങൾ റെസീറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഓർഡർ കിട്ടിയത് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് തന്നാൽ മതി, സാറിൻ്റെ കോപ്പി. അപ്പം അതിൻ്റെ പിന്നെ ഇരിക്കുന്ന 2 ആൾക്കാരുണ്ട്. അവർ ഈ ചെറോ എന്ന് പറയുന്ന സമുദായക്കാരുണ്ടല്ലോ, ആദിവാസി സമുദായക്കാർ. അവരിങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക. അയാൾക്ക് കസേല ആവശ്യമാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഫിൽപ്പോഷ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇവർ വിറച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് പേടിയാവുന്നു ഇയാളെ മറിഞ്ഞു പോകുന്നു. ആ മനുഷ്യനെ കസേരയിരിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർ പറയുന്നില്ല. ഈ സംഭവം ഉണ്ടായിരുന്നു. വൈകുന്നേരം കർഷക സംഘത്തിൻ്റെ മീറ്റിംഗ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ ആലോചിച്ച പ്രസംഗത്തിന് മറന്നുപോയി. നിൽക്കുമ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകൾ എങ്ങനെ മാറേണ്ടതുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാറേണ്ടതുണ്ട്. അയാൾക്ക് അസേല ആവശ്യം, ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇയാൾക്കാണ് കൂടുതൽ സമയം വില്ലേജ് സംസാരിക്കാനുള്ളത്. ഇപ്പം ഞങ്ങൾക്കെല്ലാം പറയേണ്ട ഭാഷ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ട വിദ്യാഭ്യാസത്തിൽ എന്താണ് വിഷയം എന്നാണ് അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ വളരെ സാവകാശത്തോടു കൂടി വില്ലേജ് ഓഫീസർ അയാളോട് സംസാരിച്ച് എന്താ പ്രശ്നം അറിയണം. അതിനുവേണ്ടിയാണ് കസേര.
അതാണ് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾ നിൽക്കുകയും ചെയ്യേണ്ട സ്ഥലമല്ല കസേര. അങ്ങനെ ഓഫീസിനെ കുറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള പുതിയ ദർശനം ഉണ്ടാകുന്നത് പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് മനസ്സുകൊണ്ട് ഉദാഹരണമായി അങ്ങനെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ വായന സാധ്യമാണ്. അങ്ങനെ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയാം. ആ നിലക്ക് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഇത് ഹൈലി റീഡബിൾ ബുക്ക്. ഇക്കണോമിക്സ് കാര്യങ്ങളൊക്കെയാണ്, രാഷ്ട്രീയമാണ്, പക്ഷെ വളരെ വായന എന്താണ് എളുപ്പത്തിൽ വായിക്കാവുന്ന, നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്ന, ഹൃദയത്തിൽ തട്ടുന്ന ഒരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യം അദ്ദേഹം പഠിച്ചതും അദ്ദേഹത്തിന്റെ കരുവള്ളൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹം പ്രവർത്തിക്കുന്നതും അതേപോലെ ഈ ഒരു സവിശേഷമായ നോട്ടം അൺ ടു ദ ലാസ്റ്റ് എന്നും പറയില്ലേ, ആ സർവോദയം അന്ത്യോദയം എന്ന് ഗാന്ധി പറയുന്നത്, അങ്ങനെ അവസാനത്തെ മനുഷ്യൻ ശ്രദ്ധിക്കുക, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ശ്രദ്ധിക്കാതെ എന്നർത്ഥം. അങ്ങനെയുള്ള ചില ദർശനങ്ങൾ ഏതോ അളവിൽ അമൂർത്തമായിട്ടെങ്കിലും അദ്ദേഹത്തിന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കൂടി ഉണ്ടായ വളരെ സവിശേഷമായ കൃതിയാണ് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതിന്റെ ഇവിടെ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച ആൾ പറയുന്നത് വളരെ കൃത്യമായ സാമ്പത്തിക കാര്യങ്ങൾ പറയാനുള്ള ശേഷി ഓർമ്മയോ എനിക്കില്ല. ഇതിനെ വൈകാരിക ഗ്രന്ഥം കൂടിയായി സ്വീകരിക്കുന്നു. നമ്മുടെ സമരങ്ങൾക്ക് നമ്മൾ ഒരുപക്ഷെ നാളെ ചെയ്യേണ്ടി വരും സമരം. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, നമ്മൾ സദ്യ ഉണ്ടും കളിയാട്ടങ്ങൾക്ക് പോയും ഉത്സവത്തിൽ പങ്കെടുത്തു ആഴ്ചക്കാഴ്ചയിൽ പുതിയ പാൻറ് ഷർട്ട് വാങ്ങിച്ചു നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ കവിള് നോക്കിയാൽ മതി. ഈ കവിള് സോഷ്യൽ ഇൻഡെക്സാണ്. ഇത്ര നല്ല കവിളൊന്നും നമ്മൾ ചെറുപ്പത്തൊന്നും ഉണ്ടാക്കില്ല അല്ലേ? ഇപ്പം എല്ലാവരും കവിള ഏതാണ് ഫുട്ബോൾ കളിയാണ്. നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നത് മലയാളം. പണ്ടത്തെ ഫോട്ടോഗ്രാഫുകൾ, ഞാൻ കുഞ്ഞിരാമനായ ഫോട്ടോഗ്രാഫുകളെ പറ്റി പുസ്തകം എഴുതി, ഈ കുഞ്ഞിരാമനായ ഫോട്ടോഗ്രാഫുകളെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പഴയ കുറേ ഫോട്ടോഗ്രാഫുകൾ നോക്കിയപ്പോൾ കുറച്ച് യശമാന്മാർക്ക് മാത്രം നല്ല കവിളുള്ളൂ, ബാക്കി ആർക്കും നല്ല കവിളില്ല. ഈ കവിളെടുന്ന് വന്നു, അനാവശ്യമായ ഭക്ഷണത്തിന് വന്നു. നമ്മളിങ്ങനെ കൃത്രിമമായ ആഹ്ലാദങ്ങൾ തേടി പോവുകയാണ്. ഈ കൃത്യമായ ആഹ്ലാദങ്ങൾ നമ്മൾ കുരുക്കിയിടുക എന്നുള്ള പുതിയ മോഡലിന്റെ താല്പര്യം. അവിടെ നമുക്ക് യാഥാർത്ഥ്യമാണ് താല്പര്യം. നമുക്ക് യാഥാർത്ഥ്യമാണ് താല്പര്യം. നമ്മളെപ്പോൾ സ്വസ്ഥതയുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെയുള്ള സുഖാനുഭവങ്ങളുടെ പിന്നാലെ പോവുകയാണ്. അതുണ്ടാകുന്ന അപകടമാണ് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ അപകടം. അത് തിരിച്ചറിയാൻ വേണ്ടി കേരളീയരെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഇത് നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ ഒതുങ്ങിയാൽ പോലെ ഇത് കന്നഡ ഭാഷയിൽ വരണം, നമ്മുടെ അടുത്ത ഭാഷ തമിഴിൽ വരണം, ഇത് ഇംഗ്ലീഷിൽ വരണം. ഇപ്പം ഇതിനൊക്കെ യാന്ത്രിക സൗകര്യം കൂടിയുണ്ട്. ട്രാൻസ്ലേഷന് പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിന് ചെറിയ എഡിറ്റിംഗ് മാത്രം സൂക്ഷ്മമായ അല്ലേ, അത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ യന്ത്ര സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയുടെ മൊത്തം ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു ലേഖന പരമ്പരയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിലുള്ളത്. ഇങ്ങനെ ഞാൻ കുറേ നേരം പറയേണ്ട കാര്യമില്ല. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക. ഇതൊരു കണ്ണാടിയാണ്. നമ്മളെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ഇത്. ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു സോഷ്യൽ ഡോക്യുമെന്റ് ആണ് ഇത്. നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മികച്ച അധ്യാപികയാണ് ഈ പുസ്തകം. എൻ്റെ ദീർഘകാല മിത്രം 79 മുതൽ പരിചയമുള്ള സുധാരപ്പയുടെ ഈ പുസ്തകം പ്രകാശിപ്പിച്ചായിട്ട് അറിയിക്കുന്നു. ഈ പുസ്തകത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആയിട്ടാണ് സുധാരട്ടൻ്റെ ഈ ഇത് വരുന്നത്. ഈ പുസ്തകം ഒറ്റയടിക്കൊന്ന് മറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിവിധ മേഖലകളെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെയും അത് ബാധിക്കുന്ന സാഹചര്യങ്ങളെയെല്ലാം സംബന്ധിച്ച് പ്രത്യേകം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജഗോപാൽ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ സാമ്പത്തിക വശം ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യന് അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ബിരുദം ആവശ്യമില്ല എന്നുള്ളതാണ്. കുറച്ചു കാലം മുമ്പേ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു വാർത്ത, യുപിയിൽ 2 ചെറിയ പെൺകുട്ടികൾ ഒരു മരത്തിന്റെ ഒരു കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു ചിത്രം നമ്മുടെ എല്ലാം മുമ്പിൽ വന്നിട്ടുണ്ട്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവർ ഏറെക്കുറെ ഒരു അതിരാവിലെ ഒരു 3:30-4:00 ഇടയിലാണ് മരണം സംഭവിച്ചെന്നുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ നിലയിൽ പറയുമ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്, ഒരു അസമയത്ത് ഇങ്ങനെ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ അവരെ വീട്ടിന്റെ ഒരു 3-3.5 കിലോമീറ്റർ അകലെ എന്തിനു പോയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ്, എന്തിനു പോയി എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് 3:30 എഴുന്നേറ്റ് പോയാൽ മാത്രമേ അവർക്ക് അവരുടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പറ്റൂ എന്നുള്ളതാണ്. വീട്ടിനകത്ത് കക്കൂസോ ഒന്നുമില്ലാതെ, കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ചത്താൽ കുഴിച്ചിടാൻ 6 അടി മണ്ണില്ലാത്ത ഒരുപാട് പാവങ്ങൾ സ്വാഭാവിക ആ പ്രാഥമിക കൃത്യത്തിന് അതിരാവിലെ മനുഷ്യർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയ പെൺകുട്ടികളാണ് ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് വിധേയമായിട്ട് കെട്ടിത്തൂക്കി കൊല്ലുന്നത്. ഇത് നമ്മുടെ ഈ പുസ്തകത്തിന്റെ പേര് ഇന്ത്യ വിൽപ്പനക്ക് എന്നുള്ളതാണ്. ആ ഹെഡ്ലൈനിൽ തന്നെ അതിന്റെ ഗൗരവമുണ്ട്, അതിന്റെ ഉള്ളടക്കമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ ഏറെക്കുറെ
അതിന്റെ സമ്പത്ത് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു 10% കയ്യിലാണ് എന്നുള്ളത് നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ എല്ലാ വശം പഠിച്ചിട്ടൊന്നുമല്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ആ കാശ്. നോക്കണേ, ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വലിയ നിലക്ക് വർദ്ധിച്ച ഒരു കാലമാണ്. നിങ്ങൾ നോക്കേണ്ടത് എല്ലാം പൂട്ടിയെടുപ്പെട്ട് നമ്മളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ചുരുങ്ങി പണിക്ക് പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം നാളിതുവരെ ഇല്ലാത്ത നിലയിലേക്ക് വർദ്ധിച്ചത്. അതിനർത്ഥം എന്താണ്? ഒരു ഭരണകൂടം ആ ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം ആർക്ക് നീക്കിവെച്ചു? ഇന്ത്യയിലെ കുത്തകകൾക്ക് നീക്കിവെച്ചു എന്നുള്ളത്. ഇന്ത്യ നാളെ വിൽപ്പനക്ക് വെച്ചാൽ ഇന്ത്യ മുഴുവനും വിലക്ക് വാങ്ങാൻ ശേഷിയുള്ള കുത്തകകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വിഷയം. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ആര് ചെയ്തു കൊടുക്കുന്നു? ഒരു ഭരണകൂടം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ വന്നൊരു വാർത്തയുണ്ടാവും, അമേരിക്കയിൽ നിന്ന് പച്ചക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറി ഉൽപാദനങ്ങൾ അതിന്റെ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകും. മണക്കായിട്ട് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് വലിയ വേവലാതൊന്നും ഉണ്ടാവില്ല, അതിങ്ങോട്ട് വന്നോട്ടെ എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എന്താ അവസ്ഥ? അമേരിക്കയിൽ കൃഷിക്കാർക്ക് വലിയ നിലക്കുള്ള സബ്സിഡി ഉണ്ട്. ചെറിയ ഒരു ഉൽപാദന ചെലവിൽ വെണ്ടക്കയും വൈതങ്ങയും തക്കാളിയും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതായത് 1 കിലോ തക്കാളി അവിടെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 രൂപക്ക് 1 കിലോ തക്കാളി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന്റെ ലാഭം കൂടെ 5 രൂപ ലാഭം കൂടി 15 രൂപക്ക് തക്കാളി വിൽക്കാൻ പറ്റും. ഇന്ത്യയിൽ സബ്സിഡിയോ കാര്യം ഒന്നുമില്ല. ആ തക്കാളി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കർഷകന് മാത്രം 10-30 രൂപ വേണ്ടി വരും. പിന്നെ അതിന് ലാഭം കൂടെ കിട്ടുമ്പോൾ 10-15 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച നേരത്തെ രാജഗോപാല മാഷ് പറഞ്ഞു, ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്നെല്ലാം ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ ആളുകൾക്ക് സുയിപ്പായിരുന്നു, ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നുള്ളതാണ് ചോദിച്ചത്. ഇപ്പൊ എന്താണ് അതിന്റെ പ്രത്യാഘാതം? നേരിട്ട് അവിടുത്തെ 10 രൂപയുടെ തക്കാളി ടാക്സ് ഒഴിവാകുമ്പോൾ 10 രൂപക്ക് തന്നെ ഈ കരുവള്ളൂർ മണക്കാട്ടിലെത്തും. പക്ഷെ നമുക്കത് 10 രൂപക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഇന്ത്യയിലെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പാവപ്പെട്ട മനുഷ്യന് 30 രൂപ കുറഞ്ഞിട്ട് ആ തക്കാളി വിൽക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ മേഖലയിലെ മഹാഭൂരിപക്ഷവും പട്ടിണിയിലേക്ക് പോകും എന്നുള്ളതാണ് അതിന്റെ സാമ്പത്തിക വശം എന്ന് പറയുന്നത്. ഇന്നലെ വരെ എന്താണ്? ഒരു ടാക്സ് ആണ്. അവിടുന്ന് 10 രൂപക്ക് തക്കാളി നമ്മുടെ 30 രൂപ ടാക്സും കൊടുത്താൽ 40 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. 35 രൂപക്ക് നമ്മുടെ തക്കാളി കൊടുക്കുക. ധാരാളം ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ട് സുധാകരൻ ഈ പുസ്തകം എഴുതുന്നു. ഒരു പുസ്തകമല്ല, നവലിബറൽ കാലത്തെ ഇന്ത്യൻ എക്കണോമി. ആ പുസ്തകം വായിച്ചു നോക്കേണ്ടതാണ്. ഞാനത് 2 ആവർത്തി വായിച്ചു. എനിക്കൊന്നും ദഹിക്കില്ല, ബാങ്കിന്റെ കണക്കൊക്കെ ആയതുകൊണ്ട് ദഹിക്കില്ല. പക്ഷേ സുഖമില്ലാത്ത അവസ്ഥയിലും അദ്ദേഹത്തിന്റെ മെന്റൽ പവർ, മാനസിക ശക്തി ഇത്തരം പുസ്തകങ്ങൾക്ക് രചിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം പത്രങ്ങളിൽ എഴുതാറുണ്ട്. അദ്ദേഹം എന്ത് എഴുതിയോ അത് ഞാൻ വായിക്കാറുണ്ട്. ചില ആളുകൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ആഴ്ചപ്പതിപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ എഴുതുന്നത് ആദ്യം വായിക്കണം തോന്നും. രാമചന്ദ്ര ഗുഹ അത് ആഴ്ചപ്പതിപ്പിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അത് വായിക്കണം. എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. പിന്നെ നമ്മളെ പേഴ്സണലായിട്ട് വായിക്കുന്ന അക്ഷരം പ്രതി എന്നുള്ള KC നാരായണൻ തോന്നുന്നുണ്ട്. അത് പിന്നെ നമ്മളെ ബാധിക്കുന്നതാണ്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിയും. അതുപോലെ നിരവധി വ്യക്തികൾ, ഇവിടെ തന്നെ കുഞ്ഞിരാമോഷുണ്ട്, അദ്ദേഹത്തിന്റെ അതേ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ നായനാരുടെ ഒളിവ് ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതുപോലെ രാജഗോപാല മാഷ് എഴുതിയ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. അദ്ദേഹം പല ആഴ്ചപ്പതിപ്പിലും ആനുകാലികളിലും വളരെ വ്യക്തമായിട്ടുള്ള എഴുതുന്ന ആളാണ്, വായിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടും എനിക്ക് വളരെ മുമ്പുള്ള പരിചയമാണ്. രാജാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ CM ഭാസ്കരൻ നായർ എന്ന കലാകാരൻ, തികച്ചൊരു കലാകാരനാണ്. അവരെ രാജഗോപാല മാഷ് അടുത്ത് ബന്ധപ്പെടുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിൽ എപ്പോഴും സ്മരണയുണ്ട്. സുധാകരന് ഇങ്ങനെ എഴുതാൻ എനിക്ക് സുധാകരന്റെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം, ധാരാളം പണം ബാങ്കിലുണ്ട്, ലക്ഷക്കണക്കിന് റുപ്യ ബാങ്കിലുണ്ട്. ഭാര്യക്കോ മകനോ മകൾക്കോ സൂക്കേട് വന്നാൽ കിഡ്നിയും കരളും നിൽക്കേണ്ടി വരുന്ന കഥ ദയനീയം തന്നെയാണ്. അതാണ് ഒരു ഉദാഹരണം. മറ്റൊന്ന്, എങ്ങനെ ഈ പാർലമെന്റിന്റെ കണക്ക് ഇത്ര ക്ലിയർ ആയിട്ട് വരുന്ന എനിക്കറിയില്ല. എത്ര നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1950 മുതൽ ഇങ്ങോട്ടുള്ള പാർലമെന്റ്, ഓരോ പാർലമെന്റും എത്ര യോഗം ചേർന്നു, അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡാറ്റ ശേഖരിച്ച് ഇങ്ങനെയുള്ള പുസ്തകം ഈ സുഖമില്ലാത്ത അവസ്ഥയിലും എഴുതുന്ന സുധാകരനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രത്യേകം നന്ദിയുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ ഭാവിക്കായിട്ട് ആശംസകൾ നേരുന്നു.
എടുത്ത സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുത്തൊരു ചടങ്ങ്. ഇത് പറയുമ്പോൾ പൊതുവെ സാമ്പത്തിക രംഗത്തോട് നമ്മൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് പതിവ്. അത് പോരാ എന്നും ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നും സാമ്പത്തിക കാര്യങ്ങൾ കൊച്ചുമക്കളെ അടക്കം ഇരുത്തി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നും ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്നേ എത്തിക്കഴിഞ്ഞു. 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാം, മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്ത ചില കാര്യം. ഒന്ന്, നമ്മൾ മാരുതി കാറ് കാണുന്നുണ്ട് റോഡിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ പൊതുമേഖലയിൽ തുടങ്ങിയതായിരുന്നു മാരുതി. ആ മാരുതിയിലേക്ക് ജപ്പാൻ നിക്ഷേപം വരുന്നു, അത് മാരുതി സുസുക്കിയായി മാറുന്നു. ഇന്നിപ്പോ എന്താ മാരുതിയിലെ തൊഴിലാളികളുടെ സ്ഥിതി? ഏറ്റവും ഉയർന്ന ശമ്പളം 15,000 രൂപയാണ്. നിങ്ങൾ എത്രയോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല. 6,000 മുതൽ 15,000 രൂപ വരെയാണ് മാരുതി കമ്പനിയിലെ ശമ്പളം. ഈ തൊഴിലാളി എവിടെ കടന്നുറങ്ങുന്നത്? വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിലേക്കുള്ള നാഷണൽ ഹൈവേയുടെ ഡിവൈഡറിൽ ഇന്ത്യയിലെ തൊഴിലാളി കടന്നുറങ്ങുന്നു. അത്രത്തോളം അപകടം പിടിച്ച ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്. തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന ജില്ലയിൽ പള്ളിപ്പാളയം എന്നൊരു പ്രദേശം. തൊഴിലാളികൾ പവർലൂം തൊഴിലാളികളായിരുന്നു. ലിബറലൈസേഷൻ വന്നതോടെ പവർലൂം സെക്ടറിൽ ഒരുപാട് പ്രശ്നങ്ങളെ യൂണിറ്റുകളെ അടച്ചുപൂട്ടി. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്ന ആൾക്കാരില്ല, ധാരാളം ആളുകൾ ഇന്ന് ഈ പള്ളിപ്പാളയം പ്രദേശത്ത് കിഡ്നി വിറ്റുകൊണ്ടാണ് ദൈനംദിന ജീവിതം നയിക്കുന്നത്. ഇതാണ് കുതിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തുള്ള ആളുകൾ, അത് ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകളാണ് കിഡ്നി വിറ്റ് ജീവിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കാണൂല, അവര് കാണാൻ പാടില്ല. എട്ടേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. ഇന്ത്യ കുതിക്കുന്നു എന്ന് പറയുന്നത് ജപ്പാന് പിന്നിലെത്തി, ജപ്പാന് മുന്നിലെത്തി നടന്നു. 200 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ കടം. ജനിക്കുന്ന ഓരോ കുട്ടിയും തലയിൽ കടഭാരവുമായിട്ടാണ് ഇന്ത്യയിൽ ജനിക്കുന്നത്. നേരത്തെ ജനേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രൈസ് ഇൻഡെക്സ് കണക്കൂട്ടുന്നതിൽ. ആ കണക്കൂട്ടുന്ന ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കുന്നത് ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുതിയ പ്രൈസ് ഇൻഡെക്സ് അവര് കണക്കൂട്ടുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിന് നികുതി വാങ്ങുന്ന ഒരു രാജ്യമാണ് നമ്മളത്. ഭക്ഷണം പട്ടിണി എടുക്കുന്നത് സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ് ഭക്ഷണം. ആ ഭക്ഷണത്തിന് നികുതി വാങ്ങുന്ന ഒരു രാജ്യം, അതൊന്നും നമ്മൾ ഉള്ളിൽ തട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെയായ പോരാ. നമ്മൾ ഈ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യണം. 4-5 ആളുകളായാലും മതി. ഇന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ അതിനെതിരെ പ്രതിരോധം സംഘടിപ്പിക്കണം. ഈ കഴിഞ്ഞ 12-ാം തീയതി പണിമുടക്കിനേക്കാൾ ഉയർന്ന തോതിന്റെ ദേശവ്യാപകമായ പണിമുടക്കിൽ എല്ലാ വിഭാഗത്തിലെ ആളുകളും അണിയതുകൊണ്ട് പണിമുടക്കുക. അത്തരം പോരാട്ടങ്ങൾ ഊർജം പകരാൻ ഈ പുസ്തകം ഊർജദായകമാകും എന്നൊരു പ്രതീക്ഷയോടെ പുസ്തകം ഞാൻ വായനക്കായി സമർപ്പിക്കുക. അതുപോലെ ഈ ചടങ്ങ് ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട സംഘടന, അതുപോലെ ഈ ചടങ്ങിൽ നന്ദി പറയുക കൂടി എന്റെ പ്രത്യേകമായി. വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ച് നമ്മളോട് സംസാരിച്ച ശ്രീ രാജഗോപാൽ മാഷ്, എന്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിന് ഓർമ്മ അവാർഡ് കിട്ടിയ ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ആദരണീയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശൻ, അദ്ദേഹം ഈ തിരക്കുകളിൽ വന്നു, നമ്മുടെ കൂടെയുണ്ട്. ഇനി അവതരിപ്പിച്ച ശശിമോഹൻ, പുസ്തകം ഏറ്റുവാങ്ങിയ ജ്യോതി ചേച്ചി, കരുണാകരൻ മാസ്റ്റർ, പിന്നെ ഇവിടെ പങ്കെടുത്ത ഞാൻ ഒരാളെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.